ഹായ്, വെൽക്കം ടു ടേസ്റ്റി ബ്ലിറ്റ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള എഗ് മാഗി മസാലയാണ്. കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ എല്ലാവരും ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കൂടെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ. പാനൊന്ന് ചൂടാവുമ്പോൾ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കോക്കനട്ട് ഓയിലാണേ. ഓയിൽ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു മുട്ട ആഡ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഈ എഗ്ഗ് എല്ലാം ഒന്ന് ചിക്കി എടുക്കാവേ. ഈ ഒരു രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. ആദ്യമായിട്ട് മുളക് പൊടി 1/4 ടീസ്പൂൺ മാത്രമാണ് കേട്ടോ മുളക് പൊടി ആഡ് ചെയ്യുന്നത്. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ മുളക് പൊടിയിലും ഉപ്പിലും കൂടെ നമ്മുടെ ഈ ഒരു എഗ്ഗ് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് അതേ ഓയിലാണ് കേട്ടോ നമ്മൾ ബാക്കി പ്രോസസ്സും ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടുന്നതാണ് സവോള. ഞാനിവിടെ ഒരു വലിയ സവോളയുടെ ഹാഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളതിൽ ചെറിയ സവോളയാണെങ്കിൽ അത് എടുക്കാവുന്നതാണ്. വളരെ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൂടെ തന്നെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു ക്യാരറ്റാണ് കേട്ടോ, അതും ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പച്ചക്കറികളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പച്ചക്കറി വേണോ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അടുത്തതായി വേണ്ടുന്നതാണ് ടൊമാറ്റോ സോസ്. ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് സൂപ്പർ ടേസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂണാണ് ടൊമാറ്റോ സോസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്യാം. അടുത്തതായി മാഗി മസാല ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഒരു ചെറിയൊരു പാക്കറ്റ് മാഗിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഒരു പാക്കറ്റ്, ചെറിയ പാക്കറ്റിൽ മസാലയായിരുന്നു ഉണ്ടായിരുന്നത്. ആ മസാലയും കൂടെ ആഡ് ചെയ്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. അടുത്തതായി വേണ്ടുന്നതാണ് വെള്ളം. ഞാനിവിടെ നോർമൽ വാട്ടർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. 1 കപ്പാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നത്. എന്നിട്ട് നല്ലോണം ഒന്ന് തിളയ്ക്കണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളമൊക്കെ നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് മാഗി ആഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് കുക്കായി കിട്ടിക്കോളും കേട്ടോ. ഒരു 2-3 മിനിറ്റ് അതിനുള്ളിൽ തന്നെ നമ്മുടെ മാഗിയൊക്കെ നല്ലതുപോലെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. കണ്ടില്ലേ, ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഒത്തിരി അങ്ങ് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മുടെ മാഗിയൊക്കെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു രീതിയാണ് കേട്ടോ വേണ്ടുന്നത്. അതായത് എല്ലാ വെള്ളവും വറ്റി പോയിട്ടില്ല, എന്നാൽ കുറച്ച് വെള്ളമുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എഗ്ഗ് ആഡ് ചെയ്യാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മാഗി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ മാഗി ഇവിടെ റെഡിയാണ്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ തീർച്ചയായും ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. ക്യാരറ്റും ഒക്കെ ഉള്ളത് കൊണ്ട് ഹെൽത്തിയും കൂടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തന്നെ ഇത് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.